പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകില്ലെന്ന് സൂചന. UN സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല, അധിക തീരുവ കുറയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ തീരുവ യുദ്ധത്തെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കം. മറ്റന്നാൾ ഓൺലൈനായി അടിയന്തര യോഗം ചേരും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യോഗത്തിൽ പങ്കെടുക്കും. അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ കാർത്തിക. അവിട്ടത്തല്ല് തുടരുകയാണോ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ? അങ്ങനെ തന്നെ വേണം സുജയ മനസ്സിലാക്കാൻ. കാരണം എന്തായാലും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും ട്രംപിനെ പിന്തുണച്ചിരുന്ന നരേന്ദ്രമോദി എന്തായാലും UN വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് പോകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അമേരിക്ക ഇന്ത്യയുമായി നടക്കുന്ന താരിഫ് യുദ്ധത്തിനെ തുടർന്നുള്ള ഒരു തീരുമാനമായി തന്നെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. എന്തായാലും ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെ ഏത് വിധേനയും എതിർത്ത് നേരിടാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഒരടി പിന്നാക്കം പോവില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുക തന്നെ ചെയ്യും. അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. വാണിജ്യ വ്യാപാര കരാറുകൾ ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിൽ വേണമെന്ന് തീരുമാനിക്കേണ്ടത് അതത് രാജ്യങ്ങളാണ്. ആ തരത്തിൽ ഇന്ത്യ റഷ്യയുമായുള്ള വാണിജ്യ കരാറിന് പൂർണ്ണ സന്നദ്ധരാണ്. അതിൽ നിലവിൽ യാതൊരു സംശയവും യാതൊരു ആശങ്കയുമില്ല. അതുകൊണ്ട് അത് തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ തീരുമാനം ഇനി അമേരിക്കയിലേക്ക്, അല്ലെങ്കിൽ മോദി ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നടപടികളാണ് ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സുജയ, നേരത്തെ ഗൂഗിളിന് പിഴയിട്ടത് ഓർമ്മയില്ലേ അപർണ കാർത്തിക? അടുത്തത് യൂറോപ്യൻ യൂണിയന് പിഴയിടാനായിട്ടുള്ള നീക്കമൊക്കെയാണ്. വ്യാപാര നിയമം അനുസരിച്ചൊക്കെയുള്ള നീക്കങ്ങൾ. ഇനി അങ്ങോട്ട് നിയമ പോരാട്ടമടക്കം പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനോട് കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നതിനിടെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയുമായി സഹകരിക്കരുത്, ബ്രിക്സ് രാജ്യങ്ങളുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യ ചൈനയുമായി അടുക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഇപ്പോൾ ഖേദിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളും വരുന്നുണ്ട്. കാരണം ഇന്ത്യ ചൈനയും റഷ്യയും ഒപ്പം നിന്നു കഴിഞ്ഞാൽ വൻ ശക്തികളാകും എന്നുള്ളതിൽ ട്രംപിന് പോലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സഖ്യ ചർച്ചകൾ ഉണ്ടാവാതിരിക്കാനുള്ള. പക്ഷേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്തവണ്ണം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ അമേരിക്ക സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു വാക്പോര് തുടരുന്നതിനിടയിൽ ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ്. ധനമന്ത്രിയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങും. ഇനി ട്രംപ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കത് കാണാം. താങ്ക് യു അപർണ കാർത്തിക.